നമ്മുടെ വനിതാ നേതാവേ, കഴുത്തുളുക്കിയ നേതാവേ, നേതാവിന്റെ കഴുത്തിലേക്ക് ഇടിച്ചു കയറ്റിയ പരിശ്രമുഷ്ടി ഞങ്ങൾ തകർക്കും കട്ടായം, ഞങ്ങൾ തകർക്കും കട്ടായം. ഓക്കെ ഓക്കെ ഓക്കെ, അണികളുടെ പണിയൊക്കെ തൽക്കാലം കഴിഞ്ഞ് ഇനി പണികളൊക്കെ ഞാൻ വിളിക്കാവേ. പറഞ്ഞ കേട്ടോ. അപ്പൊ ഓക്കെ എന്നാ കാണാം. വൈകുന്നേരം കപ്പ കാന്താരി മുളകും. ശരി, അവിടെ ഇരിക്കേ. അതെ നേതാവേ, ഇനിയിപ്പം ഈ രാഷ്ട്രീയക്കാര്, പത്രക്കാര്, നാട്ടുകാരൊക്കെ വരും. അപ്പൊ നമ്മള് ഇത് മേലാത്താണെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് അഭിനയിച്ചോളണം. കേട്ടല്ലോ? എന്നെ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? വിളിച്ചാലോ? എടാ, മിമിക്രി കാണിക്കാൻ വരാനല്ല പറഞ്ഞത്. ആരെങ്കിലും വരുമ്പോ അഭിനയിക്കണം, വോട്ട് മേടിക്കണ്ടേ നമുക്ക്? അയ്യോ, അതിന് ഡോക്ടറെ കാണല്ലോ. ഡോക്ടറെ, ഡോക്ടർ എന്താ? അല്ല, നമ്മുടെ വനിതാ നേതാവിന് എന്താ പറ്റിയത്? എതിർ പാർട്ടിക്കാരുടെ ആക്രമണത്തിന് ഇരയായി. എതിർ പാർട്ടിക്കാരെ ആക്രമിച്ചു? അതെ അതെ, ആക്രമിച്ച് പെടലി അങ്ങ് പ്രശ്നമായിപ്പോയി. ആണോ? ഇത് എങ്ങനെ ആക്രമിച്ചെന്ന് പറയണേ? ഒന്നുമില്ല, ഞങ്ങള് പാർട്ടി പ്രവർത്തകരെല്ലാം കൂടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നേ. അപ്പോഴത്തേക്ക് കുറച്ച് എതിർ പാർട്ടിക്കാർ കരിങ്കൊടിയായിട്ട് വന്നു. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി പ്രതിരോധിക്കാനാണെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ഭയങ്കരമായിട്ട് സംയമനം പാലിച്ച്, അറിയാലോ എന്റെ സ്വഭാവം, അറിയാം. സംയമനം പാലിച്ച് വളരെ മര്യാദയ്ക്ക് എന്ന് ചോദിച്ചു. എന്താടാ പ്രശ്നം എന്ന് ചോദിച്ചൊരു ഒറ്റ പേരോട് കൊടുത്തു. അപ്പൊ അവൻ ഒന്നും മിണ്ടണില്ല. അപ്പോഴും ഞാൻ സംയമനം പാലിച്ചു. അതെന്റെ മര്യാദ. ഞാൻ ചോദിച്ചു, എടാ എന്താടാ ഒന്നും മിണ്ടാതിരിക്കണെന്ന് പറഞ്ഞ് ഒരടി കൂടെ കൊടുത്തു. എന്നിട്ടും നിൽക്കാ പഴം പുഴുങ്ങിയ പോലെ. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങൾ എതിർ പാർട്ടിക്കാരിയല്ലേ അടിച്ചത്? പക്ഷെ കഴുത്തുളുക്കിയ നമ്മുടെ നേതാവിന്റെ. അതെങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ. എതിർ പാർട്ടിക്കാരെ നിങ്ങൾ അടിച്ചപ്പോ എങ്ങനെ നേതാവിന്റെ കഴുത്തുളുക്കി? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഘടിതപരമായ ചില സാങ്കേതിക പ്രശ്നങ്ങളും ഉൾപ്പെടങ്ങളും ഉൾപ്പാക്ഷി രാഷ്ട്രീയവും തമ്മിൽ കലങ്ങി മറിയുമ്പോണ്ടാവുന്ന പ്രശ്നമാണല്ലോ ഇവിടെ നമ്മൾ അഭേദ്യമായി കണക്കൂട്ടുന്നത്. അങ്ങനെ സംഭവിക്കാലോ. ഇപ്പൊ മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി.